സോ ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കൊട്ടിയൂരിൽ നിന്ന് ഇറങ്ങി അടുത്ത അമ്പലത്തിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ ഡ്രസ്സൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. യെസ്, ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴിക്കൊരു ഹോട്ടലിൽ കയറി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നത് 11:45 12 മണി ആവാൻ നേരത്താണ് കേട്ടോ. അപ്പോഴേക്കും ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. അടുത്തത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ മൃദംഗശൈലേശ്വരി ക്ഷേത്രം, അങ്ങോട്ടേക്കായിരുന്നു. കൊട്ടിയൂരിൽ നിന്ന് പോകുന്ന ആൾക്കാരൊക്കെ കൂടുതലായിട്ട് പോയിരുന്നത് ആ അമ്പലങ്ങളിലാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ അമ്പലയാത്രകൾ പോകുന്ന ആൾക്കാരൊക്കെ 4 ഡെസ്റ്റിനേഷൻ 5 ഡെസ്റ്റിനേഷൻ വെക്കുന്നില്ലേ, അതിലത്തെ ഒരു അമ്പലമാണ് ഈ മൃദംഗശൈലേശ്വരി ക്ഷേത്രം. അപ്പോൾ നമ്മൾ അവിടേക്ക് എത്തിയപ്പോഴും അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമുക്ക് കൊട്ടിയൂരിൽ നിന്ന് 10-1 തിരക്ക് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 3/4 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ദർശനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്തുമ്പോഴേക്കും അവിടെ ഉച്ചയ്ക്ക് നട അടയ്ക്കുന്ന തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്തു കൂടെ ഭഗവതീനെ പുറത്തു കൂടെ പ്രദക്ഷിണം വയ്ക്കില്ലേ, ഞങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റി. നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരമൊക്കെ ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു 3/4 മണിക്കൂറോളം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പലരും പല വഴിയിലായിരുന്നു. ഞാനും ഏട്ടനും മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത്. അമ്മയൊക്കെ വേറെ ക്യൂവിലായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ആ അമ്പലമാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അവിടെ ഇങ്ങനെ എന്താ പറയുക, റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ദർശനമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. ചെറിയ മഴ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മളതിനെ വിളിക്കുന്നുണ്ടായിരുന്നു, ലേറ്റ് ആവുന്നുണ്ട്, അടുത്ത സ്ഥലത്തേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഒരു 1:30-1:45 ആയിട്ടുണ്ട്. പുറത്തിറങ്ങി നമ്മളൊരു നെല്ലിക്കയും സ്വത്തൊട്ടൊരു മാങ്ങയൊക്കെ കഴിച്ച് നമ്മൾ അങ്ങനെ പോകുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് പോകേണ്ടായിരുന്നത് മാമാനത്തേക്കാണ്. അവിടെ പിന്നെ അധികം നേരം ദർശനം കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ജസ്റ്റ് റാൻഡം ക്ലിപ്പ് അടുത്ത വീഡിയോയിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും, അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും ചാച്ച, ബൈ ബൈ, സീ യു.